ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഡെലീഷ്യസ് ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കർണാടക ഡിഷാണ് ബിസി ബെലെ ബാത്ത്. കന്നഡ ഭാഷയിൽ ബിസി എന്ന് പറഞ്ഞാൽ ചൂടുള്ള എന്നും ബേലെ എന്ന് പറഞ്ഞാൽ പരിപ്പ് എന്ന്. അപ്പൊ ഇത് രണ്ടും ഉണ്ടാവും. അതിന്റെ കൂടെ റൈസും മറ്റ് മസാല ബിസി ബെലെ ബാത്ത് മസാല ഉണ്ട്, അത് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അതും വെജിറ്റബിൾസും ഒക്കെ എല്ലാം കൂടിയിട്ട് ഒരു ഓൾ ഇൻ വൺ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ന്യൂട്രീഷ്യൽ വാല്യൂ ഉള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ആവാണ്ട് വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ലിസ്ബി കിച്ചൺ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് അരി എടുക്കണം ബിസി ബെലെ ബാത്ത് ഉണ്ടാക്കാൻ. അപ്പൊ 3/4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബസ്മതി റൈസ് ആണ് കേട്ടോ. അപ്പൊ സോന മസൂരി അല്ലെങ്കിൽ പൊന്നിരിയാണ് ഏറ്റവും കൂടുതൽ മാച്ച് ആവുക. ഇനി ബ്രൗൺ റൈസ് വെച്ച് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അങ്ങനെയും ഉണ്ടാക്കാം. അപ്പൊ ഇത് കഴുകി വൃത്തിയാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ബിസി ബെലെ ബാത്ത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് വേണം. ഇത് ഞാൻ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 5-6 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ കോക്കനട്ട്. ഇത് ഡ്രൈ കോക്കനട്ട് ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു മിക്സിയുടെ കപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോന്നോരോന്ന് ചൂടാക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പ്, ചൂടായി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടലപ്പരിപ്പാണ്. 1 ടീസ്പൂൺ കടലപ്പരിപ്പുണ്ട്. കടലപ്പരിപ്പും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, കളർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി നമുക്ക് മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മല്ലി ഒന്ന് പൊട്ടുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ മല്ലിയും പൊട്ടി വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അതങ്ങനെ പൊട്ടി വരുമ്പോൾ ഇതും കൂടി മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് ജീരകം, നല്ല ജീരകം എടുത്തു വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും ജീരകവും ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. അതൊന്ന് ക്രിസ്പി ആവണ വരെ ഒന്ന് ചൂടാക്കാം. അപ്പോൾ വറ്റൽമുളക് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രഷ് കോക്കനട്ട് എടുത്ത കാരണമാണ് നമ്മൾ ഇതൊന്ന് ചൂടാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഡ്രൈ കോക്കനട്ട് ആണെങ്കിൽ നേരെ മിക്സിയുടെ കപ്പിലേക്ക് ഇടാം. അപ്പൊ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം നമുക്ക്. അപ്പൊ കോക്കനട്ടും ഡ്രൈ ആയിണ്ട്. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുകൂടി മിക്സിയുടെ കപ്പിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പരിപ്പ്, തുവരപ്പരിപ്പാണ്. 3/4 കപ്പ് അരി എടുത്തപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തുവരപ്പരിപ്പാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ സോൾട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, അത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. 1 പൊട്ടാറ്റോ ഞാൻ ക്യൂബ് ചെയ്തിട്ടിട്ടുണ്ട്, പീൽ ചെയ്ത് ക്യൂബ് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. 1 ക്യാരറ്റ് ക്യൂബ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസാണ്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ചുവന്ന ഉള്ളി വേണം. കുറച്ച് ബീൻസും ഞാനിവിടെ ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ഓതന്റിക് ആയിട്ടുള്ള ബിസി ബെലെ ബാത്ത് റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസ് ഒന്നും ഇടില്ല. ഡ്രൈ കോക്കനട്ട് പൗഡർ, ബിസി ബെലെ ബാത്ത് മസാല, അതുപോലെ അരിയും പരിപ്പും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആ മസാല പ്രിപ്പറേഷനൊക്കെ. നമ്മളിവിടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിൽ ഒരു പോട്ടിൽ കുക്ക് ചെയ്യുന്ന രീതിയിലാണ്. ഒരു ടോട്ടലായിട്ട് ഒരു 45 മിനിറ്റ് പ്രിപ്പറേഷന് വേണ്ടി വരുള്ളൂ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടില്ല കേട്ടോ ഈ കർണാടക ശരിക്കും ഓതന്റിക് ആയിട്ട്. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് MTR സ്റ്റൈലില് MTR ബിസി ബെലെ ബാത്ത് മസാല കിട്ടുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരുന്ന രീതിയിൽ. അതുപോലെ
ഇപ്പൊ റെസ്റ്റോറന്റിലൊക്കെ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടാണ് കിട്ടുക. സൗത്ത് ഇന്ത്യൻസിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പി തന്നെയാണ്, ഡിഷാണ് ഈ ബിസി ബെലെ ബാത്തിന്റെ. ചൂട് ആയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ. ഞാനൊക്കെ ബാംഗ്ലൂരായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അവരുണ്ടാക്കി തരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അവരും ഇതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊക്കെ തന്നെയാണ് വെജിറ്റബിൾസും അതൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സവാള ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു രുചിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ റെസ്റ്റോറന്റിലും ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ തന്നെയാണ്. എന്നാൽ ഓരോ രീതിയിലാണ് ഓരോ സ്ഥലത്തും ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ ലിസ്ബി കിച്ചൺ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഇന്നിപ്പോ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ശർക്കര, ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഞാൻ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിട്ടുണ്ട്, ഒരു 2 കറിവേപ്പില വേണം, 3.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് കുക്കറിലാണ് ഉണ്ടാക്കണേ. കുക്കർ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് ആ എണ്ണ എടുത്തത് ഒഴിച്ചു കൊടുക്കാൻ പോവാ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചുവന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഓരോരോ വെജിറ്റബിൾ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ്. ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാൻ പോവാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി, മസാല നമ്മൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പൊടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് പിന്നെ ബിസി ബെലെ ബാത്ത് ഉണ്ടാക്കാൻ. ഞാൻ ഈ ഇന്നത്തേക്കുള്ള ആ ഒരു ക്വാണ്ടിറ്റി മാത്രമേ മസാല പൗഡർ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണം മസാല പൗഡർ. അപ്പൊ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണാണ് നമ്മൾ മസാല പൗഡർ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പുളി പിഴിഞ്ഞ് അതിന്റെ എക്സ്ട്രാക്റ്റ് മാത്രമാണ് കേട്ടോ ഒഴിക്കണേ. അപ്പോൾ ഈ ഡിഷിന് ഒരു ടാങ്കി ടേസ്റ്റ് കൊടുക്കുന്നത് പുളിയാണ് കേട്ടോ. ഇനി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ ആഡ് ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പുളി ഒഴിക്കുന്ന കാരണം ടൊമാറ്റോൻ്റെ ആവശ്യമില്ല. ഒരു ചെറിയ കഷ്ണം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 3.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, ഇത് ആഡ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഇത് വെന്ത് വരുമല്ലോ. വെന്ത് വരുമ്പോൾ ഇനി കൂളാവുമ്പോൾ ഇത്തിരി തിക്കായി വരും. നന്നായി തിക്കായി വരികയാണെങ്കിൽ നമുക്ക് ഒരു 1/2 കപ്പ് കൂടി ചൂടുവെള്ളം ഇതിലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇപ്പോൾ ഞാൻ 3.5 കപ്പ് വെള്ളം മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ അടിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് തീ കുറച്ച് വെക്കണം.
അപ്പോൾ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളം ഇത്തിരി ഒരു റണ്ണിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ വെള്ളം പോരായി ഉണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് കൂടി വെള്ളം ചൂടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കും കഴിക്കണ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ്. പക്ഷെ ഇത്തിരി ചൂടാറുമ്പോൾ, അതായത് നമുക്ക് കഴിക്കാവുന്ന ആ ചൂടിലേക്ക് വരുമ്പോൾ ഇത് ഇത്തിരി കൂടി തിക്കായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിൽ ചൂടാക്കി ഒഴിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ടെമ്പർ ചെയ്തെടുക്കാണ്ട്. ടെമ്പർ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നെയ്യാണ് കേട്ടോ. ഇപ്പൊ വീഗൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ തന്നെ ഉപയോഗിക്കാം. നെയ്യാകുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. പകരം നെയ്യ് എടുത്ത് വെച്ചത്. കുറച്ച് കാഷ്യൂ നട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കടുക്, 3-4 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടി വരുമ്പോഴത്തേക്കും നട്ട്സ് ഇട്ട് കൊടുക്കാം. ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നമ്മുടെ ബിസി ബെലെ ബാത്തിലേക്ക് ഇട്ട് കൊടുക്കാം.